നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാലും നിങ്ങൾ ബോധപൂർവ്വം അവരിലേക്ക് എത്തിയാലും ഒക്കെ പിന്നീട് സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ സദാ അവരോടൊപ്പമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഇങ്ങനെ വീടിൻ്റെ ആ കനലിനെ തിരിച്ചു പിടിക്കുക, അഗാധമായ സ്നേഹത്തെ കുറേ കൂടി ഊതി ഊതി ഉണർത്തുക, അങ്ങനെ കുറേ കൂടി ഈ ഫോക്കസ്ഡ് ആവുക. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ഈ നോയമ്പ് കാലം എന്ന് പറയുന്നത് ഭക്ഷണത്തെ കുറച്ച് ക്രമപ്പെടുത്തുന്നതിൻ്റെ മാത്രം കഥയാണെന്ന്. 50 ദിവസങ്ങൾ കൊച്ചു കഥയല്ല. 365 ദിവസമുള്ള നമ്മുടെ ഒരു വർഷത്തിലെ 50 കൺവേർജ്ഡായിട്ടുള്ള ദിനങ്ങളാണ് ഈ നോയമ്പെന്ന് പറയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹത്തിൻ്റെ കനലിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള. സുവിശേഷം അവസാനിക്കുമ്പോഴുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, അന്തരീക്ഷ പശ്ചാത്തലത്തിൽ ഒരു കനലെരിയുന്നുണ്ട്. ആ കനലിലാണ് അവർക്ക് വേണ്ടി അവിടുന്ന് ഇങ്ങനെ മീൻ ചുട്ടതും അപ്പവും ഒക്കെ ഒരുക്കി വെക്കുന്നത്, അവർക്ക് വേണ്ടി അവിടുന്ന് പ്രാതലൊരുക്കിയത്. ആ കനലിൻ്റെ പശ്ചാത്തലത്തിലിരുന്നു കൊണ്ട് യേശു ശിമയോനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അത് പുസ്തകത്തിൽ എവിടെയൊക്കെയാണോ ശിമയോൻ എന്ന് കാണുന്നത് അവിടെയൊക്കെ അവനിലേക്ക് എത്താൻ പോകുന്ന ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധിയായിട്ട് അയാളെ വായിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഒരു ശിഷ്യത്വത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ശിമയോൻ എന്ന് പറയുന്നത്. ശിമയോനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇടയ്ക്ക് എവിടെയോ വെച്ച് ഈ മനുഷ്യൻ്റെ പേര് യേശു മാറ്റിയിരുന്നു. ശിമയോനല്ല, പീറ്ററാണെന്ന്, ഒന്നിന് ഞാങ്ങണയെന്നും മറ്റേതിന് പാറയെന്നും അർത്ഥം എന്നൊക്കെ പറഞ്ഞ് യേശു അയാളുടെ പേര് മാറ്റുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഒരു കുഞ്ഞു കാര്യം സംഭവിച്ചു. ഒരു കോഴി കൂവുന്ന ഇടവേളയിൽ ഇങ്ങനെ 3 മനുഷ്യൻ യേശുവിനെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കഥയെല്ലാം തീരുമ്പോൾ യേശു ഒരുപക്ഷെ അയാളുടെ പഴയ പേര് വിളിക്കുന്ന വഴിയായിട്ട് നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ദൗർബല്യങ്ങളുണ്ടെന്ന്, എന്തുമാത്രം വൾണറബിലിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കണം ആ പേര് വിളിക്കുന്ന ശിമയോനെ. ഒരിക്കൽ മാറി വിളിച്ച പേരിലേക്ക് തന്നെ തിരിച്ചെത്തിയ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം വെറുതെ സ്നേഹം എന്ന് വായിച്ചാൽ പോലും കുഴപ്പമില്ല. കാരണം യേശു എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണപദം. എല്ലാത്തിനോടുള്ള സ്നേഹം ആത്യന്തികമായിട്ട് അവനിലേക്ക് എത്തുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാത്തിനുള്ള സ്നേഹനിഷേധം അവൻ്റെ നിരാസമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ സാവൂളിൻ്റെ കഥയൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്? സാവൂൾ നീ എന്തിനാണ് എന്നെ പ്രഹരിച്ചെന്നല്ലേ. സാവൂൾ യേശുവിനെ പ്രഹരിച്ചിട്ടില്ല. യേശുവിൻ്റെതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആരെയും പ്രഹരിച്ചിട്ടില്ല. അയാളാകപ്പാട് ചെയ്തത് തനിക്ക് പിടുത്തം കിട്ടാത്തൊരു പുതിയ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യർ ആ പരിചയമുള്ള മതസങ്കല്പങ്ങൾ ദുർബലമാക്കുന്നൊരു തോന്നലിൽ അവർ ആരൊക്കെയോ വേട്ടയാടുമ്പോൾ ഈ വേട്ടയാടിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ മേൽവസ്ത്രങ്ങൾ ഉരിഞ്ഞു വെക്കുന്നൊരിടമുണ്ട്. അവിടെ വെറുതെ കാവൽ നിൽക്കുക എന്നുള്ളത് മാത്രം. എന്നിട്ട് അത്തരം ഒരു മനുഷ്യനോടാണ് യേശു ചോദിക്കുന്നത്, സാവൂൾ നീ എന്തിനാണ് എന്നെ പ്രഹരിച്ചത്? എന്തായിരിക്കും എൻ്റെ സൂചന? എവിടെ മനുഷ്യൻ്റെ തോളിന് മീതെ ഒരു പ്രഹരം വീഴുന്നുണ്ടോ? എവിടെ ആ മനുഷ്യനെ അടികൊണ്ട് തിണർക്കുന്നുണ്ടോ, നീലിക്കുന്നുണ്ടോ? അവിടെയൊക്കെ ആത്യന്തികമായി പ്രഹരമേൽക്കുന്നത് സ്നേഹമെന്ന് പറഞ്ഞ ആ പ്രപഞ്ചത്തിന് മീതെയുള്ള നിയമമാണ്. ആ പ്രപഞ്ച നിയമത്തിൻ്റെ, ആ പ്രപഞ്ച സാന്നിധ്യത്തിൻ്റെ പേരാണ് യേശു. ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഉവ്വ, നിശ്ചയമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഉള്ള സ്നേഹമുള്ളൊരു മനുഷ്യനായിട്ട് തന്നെ നമുക്ക് ഈ ശിമയോനെ മനസ്സിലാവുന്നത്. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഗൗരവം കൊടുക്കുന്നുണ്ട്. 12 അപ്പസ്തലന്മാരുടെ കൂട്ടത്തിൽ വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും യേശുവിൻ്റെ ഇടപെടൽ സാധ്യമാക്കിയത് ഈ മനുഷ്യനാണ്. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അയാളുടെ ആ ഭാര്യാമാതാവിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്ന് വെച്ചെന്നാൽ അവളെ മാത്രമല്ല, അവൾക്ക് ജന്മം കൊടുത്ത വൃക്ഷത്തോടും അയാൾക്ക് ആദരവുണ്ട്. അങ്ങനെ ഒരു വിചാരമുണ്ട്. മൃദാദിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു ജ്ഞാനപുസ്തകത്തിനകത്ത് പറയുന്ന കണക്കാണ്, ഒരു ഇലയെ മാത്രമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം
ആ ഇലയ്ക്ക് ഉയിര് കൊടുക്കുന്ന ചില്ല, ആ ചില്ലയ്ക്ക് ഇടം കൊടുക്കുന്ന മരത്തെയൊക്കെ സ്നേഹിക്കുക എന്നുള്ള, അങ്ങനെയാണ് നമ്മുടെ ഉറ്റവരുടെ ബന്ധുക്കൾ നമ്മുടെ ബന്ധുക്കളായിട്ട് ഗണിക്കുന്നത്. അപ്പോൾ അത്രയും സ്നേഹത്തിലേക്ക് ഇങ്ങനെ തളിർപ്പുകളുണ്ടായിരുന്ന മനുഷ്യൻ്റെ പേരാ സിമയോൻ. പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യന് തൻ്റെ സ്നേഹത്തെ പുനഃപരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ആവശ്യത്തിലേക്ക് ഇടറിപ്പോയ ഒരു പാതിരാവിൻ്റെ ഓർമ്മ അയാളോടൊപ്പമുണ്ട്. പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ ഉത്തരം കൊടുക്കുന്നു. പിന്നെയും കുറച്ച് കഴിയുമ്പോഴേക്ക് യേശു ചോദിക്കുന്നുണ്ട്, പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അയാൾക്ക് അത്രയും ധൈര്യം പോരാ. പിന്നെയും കുറേ കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, പറയുക ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ വാവിട്ട് കരഞ്ഞെന്നൊക്കെയാണ് ചില പാഠഭാഗങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇങ്ങനെ ആദ്യകാല മാനുസ്ക്രിപ്റ്റുകളിലൊക്കെ അങ്ങനെ വളരെ റോയായിട്ടുള്ള വിവർത്തനമുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഹി യെൽഡ്, അവനപ്പോൾ വാവിട്ട് കരഞ്ഞു. ചുരുക്കത്തിൽ ഒരു കനൽ നമുക്ക് പിന്നാലെ എരിയുന്നൊരു കാലമായത്. അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ കനൽ. അല്പം പോലും ഇരുണ്ട ദിനങ്ങളല്ല ഈ പറഞ്ഞ തപസ്സിലെ ദിനങ്ങൾ, മറിച്ച് എല്ലായിടത്തും പ്രകാശമുള്ള, എല്ലാത്തിനും പ്രകാശമാകാനായിട്ടുള്ള സാധ്യത ഉണർന്നു കിട്ടുന്നൊരു കാലമാണ്. അത്തരം ഒരു സാധ്യത മുമ്പിൽ അവൻ്റെ വലിയ പീഡാനുഭവത്തിൻ്റെ കനലെരിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ സ്നേഹത്തെ പുനഃപരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒന്ന് സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാവിട്ട് കരാതിരിക്കാൻ തരമില്ല. എല്ലാവരോടും എത്ര അൺഫെയർ ആയിരുന്നു നമ്മൾ. ആർക്കും നമ്മൾ പൂർണ്ണമായൊരു നീതിയോ ആർക്കും പൂർണ്ണമായൊരു അംഗീകാരമോ ശ്രദ്ധയോ കൊടുത്തിട്ടില്ല. വീടിനെയൊക്കെ നമ്മളൊരു സങ്കല്പത്തിൽ കൊണ്ടു നടക്കുക. വീടിനകത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു, വീടിനകത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് പോകുന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ആദ്യം മാറ്റേണ്ടത്. യേശു ഈ കഥകൾ ഒത്തിരി പറയുന്നുണ്ടല്ലോ. ഈ കഥകൾ, യേശുവിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ലോകത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കഥകളാണെന്ന്. അത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആത്മവിചിന്തനത്തിന് വേണ്ടിയുള്ള കഥകളാണിത്. നാത്താൻ രാജാവിനോട് കഥ പറയുന്ന കണക്കാണ്. കഥ പറഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ മറ്റാരുടെ കഥയാണെന്നോ എവിടെയോ സംഭവിക്കാനൊരു കഥയൊക്കെ ആയിട്ട് രാജാവ് ധരിക്കുമ്പോൾ കഥ തീരുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യൻ നീ തന്നെ. ആ അർത്ഥത്തിൽ നമ്മൾ എന്നാണോ കഥകൾ വായിക്കാൻ തുടങ്ങുന്നത് വലിയ വ്യത്യാസവും വലിയ മാനസാന്തരമൊക്കെ ഉണ്ടാകും. യേശു പറഞ്ഞിട്ടുള്ള ആ വീടിനുള്ളിൽ കളഞ്ഞുപോയ നാണയത്തിൻ്റെ കഥ വാസ്തവത്തിൽ നമ്മുടെ തന്നെ കഥയായിട്ട് എടുത്തതല്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച നഷ്ടമായത്. 3 ചെറിയ കഥകൾ ചേർന്നിട്ടാണ് ലൂക്കയുടെ 15-ാം അധ്യായം രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേനകത്ത് ഒരു ആടാലയിൽ നഷ്ടമാകുന്നു. രണ്ടാമത്തേനകത്ത് ഒരു സ്ത്രീക്ക് തൻ്റെ 10 നാണയങ്ങളൊന്നും നഷ്ടമാകുന്നു. മൂന്നാമത്തേനകത്ത് ഇങ്ങനെ ഒരു മകൻ ഇറങ്ങിപ്പോകുന്നു. ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും കഥയ്ക്കകത്ത് ആ ഇറങ്ങിപ്പോകുമെന്ന് പറയുന്ന ആ ഒരു അപകടം പിടിച്ചൊരു കാഴ്ചയുണ്ട്. അതിനകത്തൊരു വിസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ആട് ഇറങ്ങിപ്പോയാലും മകൻ ഇറങ്ങിപ്പോയാലും. എന്നാൽ വീടിനുള്ളിൽ കളഞ്ഞു പോയ നാണയം, നമ്മളത് കൃത്യമായിട്ട് ആ വരി അണ്ടർലൈൻ ചെയ്തിട്ട് വായിക്കണം. വീടിനുള്ളിൽ കളഞ്ഞു പോയ നാണയം, വീടിനുള്ളിൽ കളഞ്ഞു പോയ നാണയത്തെക്കുറിച്ചായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആകുന്നത്. കാരണം എങ്ങും പോകാത്തത് കൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ എങ്ങും പോകുന്നില്ലെന്ന് കരുതുന്ന മനുഷ്യനും ഒത്തിരി നഷ്ടമാകുന്ന ഒരു ദേശത്തും കാലത്തുമൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. യേശു പറയുന്ന ദൂർത്തുപുത്രൻ്റെ കഥയ്ക്കകത്തൊക്കെ മൂത്ത പുത്രൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വീടിനുള്ളിൽ കളഞ്ഞു പോയ നാണയം. അയാൾ മറ്റേയാളെ കണക്ക് അലഞ്ഞിട്ടില്ല, ഓരോരോ ഇടങ്ങളിൽ ഇടർ നടന്നിട്ടില്ല, ഇങ്ങനെ ഒത്തിരി അലച്ചിൽക്ക് ശേഷം മടങ്ങി വന്നിട്ടില്ല. അയാൾ ആ വീടിനകത്ത് തന്നെ അപ്പനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം തന്നെ പറയുന്നത് കണക്ക് നീ എന്നോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ ഈസ് എ ലോസ്റ്റ് കോയിൻ. അയാളൊരിക്കലും ആ വീടിൻ്റെ ആ ഹൃദയഭാഗത്തോ അപ്പൻ്റെ അനുകമ്പയുടെ അംശമായിട്ടോ അനുജനോടുള്ള ഒരു വാത്സല്യത്തിൻ്റെ സുഹൃത്തത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അയാൾ ആ ചിത്രത്തിലേക്ക് വരുന്നില്ല. അയാൾ അതിനകത്ത് ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. അപ്പോൾ വീടിനകത്ത് തന്നെ കളഞ്ഞു പോയ കുറേ അധികം നഷ്ടങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ നഷ്ടങ്ങളാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതിപ്പോയ പൊന്നാണയങ്ങൾ. 3 രീതിയിൽ വേണം നമ്മൾ ആ ഒരു കഥ വായിച്ചെടുക്കാനായിട്ട്. ഒന്ന്, പണ്ട് ഈ റിയലൈസ്, നമുക്ക് ഈ പിടുത്തം കിട്ടിയ ഇത് നമ്മുടെ ഇതിനകത്ത് എന്തോ നഷ്ടമായിട്ടുണ്ട്. നമ്മുടെ സ്നേഹവും സന്തോഷവും ആനന്ദവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും അത്താഴത്തിൻ്റെ രുചിയും ഒക്കെ ഇങ്ങനെ എവിടെയൊക്കെയോ വെച്ച് അതിനിങ്ങനെ പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുക. അത് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 കാര്യങ്ങളാണ് മുമ്പുള്ളത്. ഒന്ന്, വിളക്ക് കൊളുത്തുക. ആ വിളക്ക് കൊളുത്തി ഈ കളഞ്ഞു പോയ നാണയത്തെ തപ്പിയെടുക്കാനുള്ള കാലമായിട്ട് ഈ തപസ്കാലത്ത് എടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്ന ഈ സ്ത്രീ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ അടിച്ചു വരികയാണ്. ഒത്തിരി ഒരു
അടിച്ചുവാരലിനുള്ള നേരമായി. ഇത്രയും കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ കൊണ്ടു നടക്കേണ്ട ബാധ്യതയില്ല. നമ്മൾ ഇടക്കിടക്ക് പറയുന്ന കണക്കൊരു ഇമോഷണൽ ഹൈജീനുള്ള വൈകിയ നേരമായി. ഇങ്ങനെ ഒരു വൈകാരിക സംശുദ്ധി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ഒരൊറ്റ പാദത്തിലേക്ക് ഒന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കിയിട്ട് ഉത്തരം പറയാനുള്ള ധൈര്യമുണ്ടോ ഇല്ലെന്നുള്ളതാണ്. പറയുക നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുക നീ എന്നെ വെറുതെ സ്നേഹിക്കുന്നുണ്ട്, വെറുതെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മാത്രം മതി. അതിനകത്തെല്ലാം പെടും. കാരണം അത്തരം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവായ ഒരു പദത്തിൻ്റെ പേരാണ് യേശു. എല്ലാത്തിനോടുമുള്ള നമ്മുടെ സ്നേഹവും അനുഭാവത്തിൻ്റെയും പേരാണ് യേശു എന്ന് പറയുക. കടലോരത്ത് ആ രാത്രിയിൽ എരിഞ്ഞ ഒരു തീനാളത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നെരിപ്പോടെന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് പോകാവുന്ന, നമുക്കത്ര പരിചയമുള്ളതല്ല. എന്നാലും പുറത്ത് പാർക്കുന്നവർക്കും തണുപ്പ് ദേശങ്ങളിലുള്ളവർക്കും ഒക്കെ അറിയാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. ഈ വീടിൻ്റെ മുഴുവൻ ആ വാമ്പ് നിലനിർത്തുന്നത് അതിന് നിർമ്മിതിയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഫയർ പ്ലേസാണ്. ആ നെരിപ്പോടുകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ഒരു വല്ലാത്തൊരു വീണ്ടും വിചാരം. അതിൻ്റെ കനൽ കെട്ടോ അതിന് മീതെ ചാരം മൂടിയോ അത് ഒരിക്കലും ഇനി ഊതി ഉണർത്താൻ പറ്റാത്ത വിധത്തിൽ അതിനകത്തൊരു സ്പാർക്ക് പോലും ഇനി അവശേഷിക്കുന്നില്ല എന്നൊക്കെയുള്ള ആ പ്രശ്നങ്ങൾ ഈ ഒരു കാലത്തിൻ്റെ ഒരു പ്രധാന ധ്യാന വിചാരമായിട്ട് എടുത്താന്നല്ല. റോമൻ ഗൃഹ സമ്പ്രദായങ്ങളിൽ നിന്നാണ് ഈ ഒരു വാക്ക് വരുന്നുണ്ട്, ഫോക്കസ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നുണ്ട്. ഫോക്കസ് എന്ന് പറയുന്ന ഒരു വാക്ക് ആർക്കാണ് അറിയാത്ത, ഏകാഗ്രത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. പക്ഷേ അവരുടെ ഒരു നിർമ്മാണ രീതിക്കകത്ത് ഈ പറഞ്ഞ ആ ഫയർ പ്ലേസിന് ഉപയോഗിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്, ഫോക്കസ്. ഇപ്പോൾ എന്തിൻ്റെയും ഒരു ഫോക്കസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറിയ പ്രായത്തിനകത്ത് ഇങ്ങനെ ലെൻസൊക്കെ എടുത്ത്, റീഡിങ് ലെൻസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കരിയിലകൾക്ക് മീതെ വെച്ച് പിടിച്ച് ആ സൂര്യവെളിച്ചത്തിന് താഴെ വെച്ച് പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ കരിയിലകൾ കത്തുന്ന കണക്ക് കുറേ കൂടി കൂടെ പാർക്കുന്നവരുടെ ഉറ്റവരിലേക്കൊക്കെ ഇങ്ങനെ കൺവേർജ് ചെയ്യാനായിട്ടുള്ള ഒരു വൈകുന്നേരമാണ് ഇത് നെരിപ്പോടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. നെരിപ്പോടിൻ്റെ ഹിസ്റ്ററിയൊക്കെ വളരെ കൗതുകമുള്ളതാണ്. ഇങ്ങനെ മനുഷ്യ അലഞ്ഞടന്നിരുന്ന കാലം തൊട്ട് ഈ നെരിപ്പോടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാംസ്കാരിക ഇടമായിട്ടാണ് നെരിപ്പോടുകളൊക്കെ മനുഷ്യർ പരിഗണിച്ചിരുന്നത്. കഥകൾ പറയാനും ചരിത്രം കൈമാറാനും ഇങ്ങനെ പലതും പറഞ്ഞ് പരിഹരിക്കാനും അവരിലേക്ക് അനുഭവത്തോട് നോക്കാനും ഒക്കെ ആ ഒരു തണുത്ത രാവുകളിൽ ഈ നെരിപ്പോടുകൾ അവരെ സഹായിച്ചിരുന്നു. അവിടെ നിന്ന് ഈ നെരിപ്പോടുകളുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ അത് വന്നെത്തുന്നത് ഈ സിനിമ പോലും നെരിപ്പോടാന്നാണ് പറയുന്നത്. കാരണം ഇരുട്ടത്തിരുന്നുകൊണ്ട് നമ്മൾ കാണുകയാണ്. ഏതൊക്കെയോ വെളിച്ചത്തിൻ്റെ കഥകൾ ഈ നെരിപ്പോടിൽ നിന്ന് ഇങ്ങനെ തീനാളങ്ങൾ പൊട്ടിച്ചു തുറന്ന് കണക്ക് ചിതറി വീഴുന്നുണ്ട്. ഫയർ പ്ലേസിനെ തിരിച്ചു പിടിക്കാനുള്ളതാണ്. നമ്മളിങ്ങനെ വീടൊക്കെ ആ കൂതാശ ചെയ്യുമ്പോഴേക്കും വീടിൻ്റെ കൃത്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ പ്രതിഷ്ഠിച്ച് ആ ഒരു രൂപമേതാ, ചിത്രമേതാണ്? ആ തിരുഹൃദയത്തിൻ്റെ ചിത്രം. ആ തിരുഹൃദയത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നതും വീടിൻ്റെ ഒരു നെരിപ്പോടായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനായാമങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകും. എൻ്റെയൊക്കെ ഒരു ഓർമ്മ അനുസരിച്ചിട്ട് കാര്യമായിട്ട് ദീർഘമായ പ്രാർത്ഥനകൾ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നില്ല എൻ്റെ അപ്പൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ കൃത്യമായിട്ടൊരു പള്ളിയിൽ പോലും പോയിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നിട്ടും വളരെ എത്തിക്കലായിട്ട് വളരെ സ്പിരിച്വലായിട്ട് ഈ മനുഷ്യൻ ജീവിച്ചതിന് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2 മിനിറ്റ് ഈ ഭിത്തിയിലെ തിരുഹൃദയത്തിന് നടയിൽ നിൽക്കാനായിട്ട് ചിലവഴിക്കുന്ന സമയമാണ്. അധ്യാപനാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് 2 മിനിറ്റ് ഈ തിരുഹൃദയത്തിന് നടയിൽ ചെന്നിട്ട് ആ കത്തുന്ന ആ ഒരു ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. വൈകുന്നേരം 5 മണിക്കോ 5:30 തിരിച്ചു വരുമ്പോൾ ചെയ്യുന്നതും ഇതേപോലെ തന്നെ ഒരു നിമിഷം അതിന് മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കും. 2 ആ തിരുഹൃദയങ്ങളിലുള്ള നോട്ടങ്ങൾക്കിടയിലുള്ള ആ സമയത്തെ അല്ലെങ്കിൽ വളരെ കുലീനമായിട്ട് ഭംഗിയായിട്ട് രൂപപ്പെടുത്തിയെടുക്കും. അപ്പോൾ കുറേ കൂടി വീടിൻ്റെ നെരിപ്പോടിലേക്ക്, വീടിൻ്റെ ഭിത്തിയിലെ ആ നെരിപ്പോടിലേക്കൊക്കെ ശ്രദ്ധ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാകും. സമയം കുറേ കൂടി ഉറ്റവർക്ക് കൊടുക്കേണ്ട ഒരു നേരമായിട്ട് കൂടി തപസ് കാലത്തേക്ക് എടുത്താൽ നല്ലതാണ്. എല്ലാവർക്കും സമയം കൊടുക്കേണ്ട നേരമുണ്ട്. നമ്മളിങ്ങനെ മാർത്താ മേരി എന്ന് പറയുന്നത് ഇങ്ങനെ യേശുവിൻ്റെ കഥയിലെ മാത്രം കഥാപാത്രങ്ങളുടെ തെറ്റിദ്ധരിക്കുന്നു. അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന കഥയാണ് ഈ മാർത്തായുടെയും മേരിയുടെയൊക്കെ കഥ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ പല കാര്യങ്ങളും അതിൻ്റെ ചിട്ടയിൽ പോകുമെന്ന് നമുക്കറിയാം. പക്ഷേ കുറേ കഴിയുമ്പോൾ എന്തിനാണ് ഈ ഓടുന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് യേശു മേരിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത
ആ നല്ല അംശം തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു വിവേകം കൂടി ഈ കാലത്ത് നിശ്ചയമായിട്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. യേശു മാർത്തയോട് പറയുന്നത് എന്താണ്? മാർത്ത മാർത്ത, നീ കുറച്ചുകൂടി ഏകാഗ്രമായിട്ടിരിക്കാനായിട്ട് പഠിക്കുക, എൻ്റെ പാദങ്ങളിലേക്ക് ഉറ്റുനോക്കാനായിട്ട്, വെറുതെ കണ്ണും പൂട്ടിരിക്കാനായിട്ട് പഠിക്കുക. പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ഗുരുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇങ്ങനെ പേര് റിപ്പീറ്റ് ചെയ്യും. ജെറൂസലേം ജെറൂസലേം, അല്ലെങ്കിൽ സാവുൾ സാവുൾ, ശിമയോനെ ശിമയോനെ, അങ്ങനെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു 4 വാക്കുകളിലൊന്നാണ് ഇങ്ങനെ മാർത്ത മാർത്ത. ജീവൻ്റെ നല്ല അംശം എന്ന് പറയുന്നത് ഈ കൂടെ ഇരിക്കുന്നതും സമയം കൊടുക്കുകയും ശ്രദ്ധിക്കാൻ പറ്റുന്നതും ചേർത്ത് പിടിക്കാൻ പറ്റുന്നതും ഒക്കെയാണ്. എന്നാണ് നമുക്ക് പിടുത്തം കിട്ടുന്നത്, അപ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ ഒരു ജ്ഞാനസ്ഥാനം ഉണ്ടാകുന്നത്, ആ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ റേഡിയൻ്റ് ആവുന്നത്. എല്ലാത്തിനും അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ദാമ്പത്യത്തിൻ്റെ ഓർമ്മ എന്തായിരിക്കും? ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മ ഒരു വീടിനകത്ത് നിങ്ങൾ എവിടെയൊക്കെയാണോ അവളോടൊപ്പം നിന്നില്ല, അല്ലെങ്കിൽ അവനോടൊപ്പം നിന്നിരുന്നുള്ളതിൻ്റെ ഓർമ്മയായിരിക്കും. അടുക്കളയിൽ നിൽക്കുമ്പോൾ സഹായിക്കാനായിട്ട് വരുന്നൊരാളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണമേശ ഒരുക്കുമ്പോൾ ഇങ്ങനെ പാത്രങ്ങൾ അടുക്കി വെക്കുന്ന ഒരാളുണ്ട്, ഈ ലോണ്ടറിയിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ അലക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ഒരു വീടിനകത്ത് എന്തുമാത്രം ഇടങ്ങളിൽ നമ്മുടെ ഉറ്റവരുടെ ഓർമ്മകളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് തൻ്റെ ഓർമ്മ കോറിയിട്ടാണ് മിക്കവാറും മനുഷ്യരൊക്കെ കടന്നു പോവുക. യേശു എന്തിനാണ് ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തെന്നൊക്കെ കൃത്യമായിട്ട് വേദോസം പറയുന്നുണ്ടല്ലോ. ഒന്നിങ്ങനെ തന്നോടൊപ്പമായിരിക്കുക, 2 താൻ പോകേണ്ട ഇടങ്ങളിൽ തനിക്ക് വേണ്ടി പോവുക, അതിൻ്റെ അർത്ഥം തനിക്ക് വേണ്ടി ആയിരിക്കുക. അപ്പം ആദ്യത്തെ ആ ഒരു അംശം ഇങ്ങനെ കൃത്യമായിട്ട് ഏതൊരു തിരഞ്ഞെടുപ്പുകൾക്കകത്തും ഏതൊരു ബന്ധത്തിനും വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാലും നിങ്ങൾ ബോധപൂർവ്വം അവരിലേക്ക് എത്തിയാലും ഒക്കെ പിന്നീട് സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ സദാ അവരോടൊപ്പമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള മനസ്സുകൊണ്ട്. എത്രയോ കാലം അകലെ ആയിരിക്കുമ്പോഴും ഈ മനസ്സുകൊണ്ടിങ്ങനെ പണം ജീവിക്കുന്ന ആ മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആയിരിക്കുമ്പോഴും ഇങ്ങനെ ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ പ്രകാശമുള്ളൊരു ഭാവനയാണ്. ഇപ്പോൾ സെക്സിനെ കുറിച്ചൊക്കെയുള്ള കുട്ടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതാണ് ഈ എവിടെയായിരിക്കുമ്പോഴും ഒരുമിച്ചായിരിക്കും എന്നുള്ളൊരാളുടെ ധൈര്യത്തിൻ്റെ പേരാ സെക്സ് എന്ന് പറയുക. പണ്ടത്തെ ഒരു ഗൾഫ് കോൺടസ്റ്റിൽ സംഭവിച്ചൊരു കാര്യം കണക്കാണ്. നമുക്ക് വളരെയേറെ റെസ്പെക്റ്റുള്ള, നമ്മൾ വളരെയേറെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പഴയൊരു ഗൾഫ് കഥ കണക്ക് തന്നെയാണ്. ഇങ്ങനെ മൂത്താൾ പുറത്തു പോകുന്നു, അനുജന്മാരെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാനും ഓരോരിടങ്ങളിൽ എത്തിക്കാനും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് ഈ പറഞ്ഞ ഇടത്തിലേക്ക് പോകുമ്പോഴേക്കും അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തൊരു ഉറപ്പിങ്ങനെയാണ്, ഞാൻ എവിടെയായിരിക്കുമ്പോഴും എൻ്റെ ഇടതുകരം ഇങ്ങനെ നീട്ടിവെച്ചിട്ടുണ്ടാകും, അത് നിനക്ക് കിടക്കാനായിട്ടുള്ളതാണ്. എവിടെയായിരിക്കുമ്പോഴും അതങ്ങനെ ആയിരിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. പണിസ്ഥലങ്ങളിലായിരിക്കുമ്പോഴും ഡോമിറ്ററിയിലായിരിക്കുമ്പോഴും സ്വന്തമായിട്ട് ഒരു മുറി ഉണ്ടാകുമ്പോഴും ഒക്കെ അത് ശ്രദ്ധിച്ചു. ഏറ്റവും വിഷമം പിടിച്ചൊരു ഓർമ്മ, അദ്ദേഹത്തിന് തീരെ വയ്യാതിരുന്നൊരു കാലത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുമ്പോഴും ഇത് ഏകദേശം ഒരു ശീലം കണക്ക് തന്നെ ആയിട്ടുണ്ട്. ഈ ഇടത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. അപ്പം എൻ്റെ ആ സ്നേഹത്തിൻ്റെ നീട്ടിയ കരങ്ങളിൽ നിങ്ങളുണ്ടായിരിക്കുമെന്ന് നമ്മൾ കൈമാറുന്ന ധൈര്യത്തിൻ്റെ പേരായി സെക്സ് എന്ന് പറയുക. അതൊരു ഫിസിക്കലായ ക്രിയയായിട്ട് പോലും ധരിക്കേണ്ടതില്ല തോന്നുന്നു. അല്ലാത്ത ആ പ്രകാശമുള്ള, എവിടെ ആയിരിക്കുമ്പോഴും അടുപ്പത്തിലാണെന്നുള്ള ധൈര്യത്തിൻ്റെ പേരൊക്കെ അതാ പറഞ്ഞു വരുന്നത്. ഒരൊറ്റ കാര്യത്തിലേക്ക് തന്നെ പറഞ്ഞു ചുരുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വീടിൻ്റെ ആ കനലിനെ തിരിച്ചു പിടിക്കുക, അഗാധമായ സ്നേഹത്തെ കുറേ കൂടി ഊതി ഉണർത്തുക, അങ്ങനെ കുറേ കൂടി ഈ ഫോക്കസ്ഡ് ആവുക. നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് ഈ ഫയർ പ്ലേസിനും ഫോക്കസിനും ഒരേ പേരാണ്. അതുപോലെ ഭിത്തിയിലൊരു ചിത്രമുണ്ടല്ലോ, തിരുഹൃദയത്തിൻ്റെ ചിത്രം. അത് നിങ്ങളോട് പറയുന്നുണ്ട്, ഇങ്ങനെ പതുക്കെ പതുക്കെ സ്നേഹം എന്തുകൊണ്ടാണ് കെട്ടുപോകുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് എനിക്ക് നിന്നോടൊരു ആരോപണം പറയാനുണ്ട്, നിനക്ക് ചൂടോ തണുപ്പോ ഇല്ല. അപ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്ത നമ്മുടെ ഒരു സ്നേഹജീവിതത്തെ എവിടെ നിന്നോ ആരോ വല്ലാതെ വിധിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ചെറിയ നാളത്തെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാം. ഇങ്ങനെ ഓർമ്മകൾ നമ്മൾ സൃഷ്ടിക്കുന്ന, ഓർമ്മകൾ താനേ സംഭവിക്കുന്ന തെറ്റിദ്ധാരണ വേണ്ട. ഉദാഹരണത്തിനായിട്ട് ആ കുർബാന എന്ന് പറയുന്നൊരു ഓർമ്മ, മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ താനേ സംഭവിച്ച, എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച്
ഇതെൻ്റെ ശരീരമാണെന്ന് യേശു പറയുമ്പോഴേക്കും പെട്ടെന്ന് ഈ ഓർമ്മ ഒരു സൃഷ്ടിക്കപ്പെട്ട ഓർമ്മ, ആ സൃഷ്ടിക്കപ്പെട്ട ഓർമ്മയുടെ മീതെയാണ് ഇനി വരും ദിനങ്ങളിൽ നമ്മുടെ പല കാര്യങ്ങളുമൊക്കെ സംഭവിക്കാൻ പോകുന്ന പെസഹായ്ക്ക് ഉൾപ്പെടെ. വി ക്രിയേറ്റ് മെമ്മറി. ഇതുമാത്രം ഓർമ്മകളുടെ സമൃദ്ധി കൈമാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് നടന്നു പോകാനായിട്ട്, മറഞ്ഞു പോകാനായിട്ട് പറ്റുന്നു. അത്രയും വിളിക്കേണ്ട, ആ ജീവിതത്തിന് വിളിക്കേണ്ട വാക്കാണ് യേശുവിനെ കണക്കുള്ള ജീവിതം. അതിനുള്ള ബലവും പ്രകാശം ഉണ്ടാവട്ടെ. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.